നമുക്കിന്നേ പപ്പടം വെച്ചിട്ട് ഒരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കാം. പപ്പടത്തിന്റെ ഉപ്പും ശർക്കരയുടെ മധുരവും എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പിടി ചിരകിയ തേങ്ങ എടുത്തിട്ട് അതിനകത്തേക്ക് ശർക്കര നമുക്ക് ചിരണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പപ്പടം എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പപ്പടം ഒട്ടുന്നതിന് വേണ്ടി പപ്പടത്തിന്റെ സൈഡിൽ വെള്ളം തേച്ചിട്ട് നമുക്കിത് പരസ്പരം ഒട്ടിച്ചെടുക്കാം. വെള്ളം തേച്ചില്ല എന്നുണ്ടെങ്കിൽ പപ്പടം വിട്ടുപോരും. ഇനി ഒരു ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് വറവാവണ്ട കേട്ടോ. നമ്മൾ സാധാരണ പപ്പടം വറുക്കുന്ന പോലെ തന്നെ നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പടം തണുത്ത ഒരു ഫീൽ വരും. അപ്പോൾ വൈകുന്നേരത്ത് നല്ല ചൂടൻ ചായയും ഈ പലഹാരം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പപ്പടത്തിന്റെ ഉപ്പും ശർക്കരയുടെ മധുരവും എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം.